വയനാട് മേപ്പാടി പാറക്കം വയലിൽ ഇന്നലെയും കാട്ടാന ഇറങ്ങി. കാട്ടാന ഇല്ലാതെ ഒരു മോർണിംഗ് ഷോ ശരിയല്ലല്ലോ, അതുകൊണ്ട് കാട്ടാന വരികയാണ്. ഈ പ്രദേശത്തെ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മരങ്ങൾക്കിടയിൽ മറഞ്ഞു നിൽക്കുന്നത് കാട്ടാനയാണ്. ലൈറ്റ് അടിച്ച് കാണിക്കുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ വായിച്ചിരുന്നു. പറയൂ സുർജിത്ത്. ഇന്നലെ രാത്രിയാണ് പാറക്കം വയലിൽ കാട്ടാന ഇറങ്ങിയത്. ഇന്നലെ രാവിലെ പകൽ സമയത്ത് പുഴമൂല എന്ന് പറയുന്ന പ്രദേശത്ത് കാട്ടാന ഉണ്ടായിരുന്നു. കാട്ടാന മാത്രമല്ല, മറ്റു വന്യമൃഗങ്ങളും വളരെ സജീവമായി നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഇപ്പോൾ മേപ്പാടി. ചെമ്പ്രമലയുടെ താഴ്വാരം എന്ന് പറയുന്ന ഇത്തരത്തിൽ വലിയ രീതിയിൽ വന്യമൃഗശല്യം രൂക്ഷമാകുന്ന ഒരു സ്ഥിതി പൊതുവെ ഉണ്ട് എന്നുള്ളതാണ്. ഇന്നലെ കനത്ത രീതിയിലുള്ള പ്രതിഷേധം മേപ്പാടിയിലെ അന്തർ സംസ്ഥാന പാത തടഞ്ഞുകൊണ്ട് ഒരു ജനകീയ പ്രതിഷേധം നടന്നിരുന്നു. ഈ പ്രതിഷേധത്തിനൊടുവിൽ ചില തീരുമാനങ്ങളും എടുത്തതാണ്. പ്രത്യേകിച്ച് ഈ അടിക്കാട് വെട്ടൽ, ഒപ്പം വൈദ്യുതീകരണം അടക്കമുള്ള കാര്യങ്ങൾ, ഫെൻസിങ്ങിന്റെ കാര്യങ്ങൾ ഉൾപ്പെടെ തീരുമാനമായി വന്നതാണ്. പക്ഷേ കാട്ടാനകൾ നിരന്തരം ഇറങ്ങുന്നു എന്നുള്ളതാണ്. ഇവിടെ മാത്രമല്ല, മേപ്പാടി പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ, മൂപ്പൈനാട് പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലൊക്കെ തന്നെ കാട്ടാനശല്യം രൂക്ഷമാണ്. നെല്ലിമുണ്ടയിൽ, പാറക്കം വയലിൽ, എരുമക്കൊല്ലിയിൽ, അതോടൊപ്പം തന്നെ കുന്നമ്പറ്റയിൽ ഉൾപ്പെടെ റിപ്പണിൽ അടക്കം ഇങ്ങനെ കാട്ടാനകൾ ഇറങ്ങുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് വാളത്തൂരിൽ പുലി ഇറങ്ങിയത്. കടച്ചിക്കുന്ന് എന്ന് പറയുന്ന മൂപ്പൈനാട് പഞ്ചായത്തിലെ പ്രദേശമാണ്. അവിടെയും ഇങ്ങനെ ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നുണ്ട്. പുലിയായും കരടിയായും കാട്ടാനയായും എല്ലാം തന്നെ വലിയ വന്യമൃഗശല്യം നേരിടുന്ന ഒരു സ്ഥിതിവിശേഷം മേപ്പാടിയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട്. താങ്ക് യു സുർജിത്ത് അയ്യപ്പത്ത്.